പടച്ചറപ്പിന്റെ മുമ്പിൽ എന്നെ ഹാജരാക്കപ്പെടും. അല്ലാഹു പറയും, യാ ഇബാദി, എന്റെ അടിമകളെ, നിഴലിനെ പ്രണയിക്കാത്തവരെ എന്റെ അടുക്കലോട്ട് കടന്നുകൊള്ളുക. ഇനിയാണ് നിങ്ങൾക്ക് പേടിയാൽ നീങ്ങിപ്പോകാത്ത നിഴലുള്ളത്. അല്ലാഹു നമ്മൾ അവിടെ എത്തിക്കട്ടെ. നമ്മൾ ഇവിടെ നിന്ന് പോകും, 6 മണിയിൽ കിടക്കും. അവിടെ നിന്ന് എഴുന്നേറ്റ് ആരും നിന്നെ രക്ഷിക്കുകയില്ല. രക്ഷിക്കുമെന്ന് കരുതിയിട്ട് നിലവിളക്ക് കത്തിച്ച് ആ നിലവിളക്കിൽ തന്നെ രക്ഷിക്കാൻ സഹസ്രനാമം ചൊല്ലി അവസാനം 1000 നാമം ചൊല്ലിയിട്ട് 1000 നാമം ചൊല്ലുന്നതിന്റെ അന്ന് ആ നിലവിളക്കിൽ പിടിച്ച വെളിച്ചെണ്ണയിൽ നിന്ന് തീ പിടിച്ചിട്ടാണ് സിനിമാ നടി സുകുമാരി മരിച്ചുപോയത്. സഹോദരങ്ങളെ, കേൾക്കേണ്ടത് ആ സമയത്ത് നിലവിളക്കിന്റെ വെളിച്ചമല്ല, കാതിൽ വന്ന് പറയണം, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, നന്നായിട്ട് ജീവിച്ച മനുഷ്യ, ആഖിറത്തെ പ്രേമിച്ചവനെ, വാ എന്റെ മുമ്പിലേക്ക് വാ. ഇനി നിനക്ക് നീങ്ങിപ്പോകാത്ത നിഴലുണ്ട്. നീങ്ങിപ്പോകാത്ത നിഴൽ അതെവിടെയാണ്? നിർത്തൻ. നീങ്ങിപ്പോകുന്ന നിഴൽ. ഹബീബായ നബി പറഞ്ഞു, ഞാനും ദുനിയാവും നല്ല വെയിലുള്ള സമയത്ത് വന്ന് മരത്തിന്റെ തണലിൽ നിന്ന് ഇതസ്തഫാഇല്ലു, ആ മരത്തിന്റെ തണൽ മാറിപ്പോയാൽ എഴുന്നേറ്റ് പോകുന്ന യാത്രക്കാരനെ പോലെയാ എന്റെ പൊന്നുമോനെ. ആഖിറത്തിലൊരു വൃക്ഷമുണ്ട്, അതിന് തണലുണ്ട്, ആ തണൽ നീങ്ങൂല. നാളെ സ്വർഗത്തിലൊരു വൃക്ഷമുണ്ട്, ആ വൃക്ഷത്തിന്റെ പേര് തൂബ എന്നാണ്. അതിന്റെ ഇല വെള്ളി കൊണ്ടുണ്ടാക്കിയതാണ്. അതിന്റെ കായ്കനികൾ സ്വന്തമാണ്. അതിന്റെ വടി ദൂരം ഒരറ്റത്ത് നിന്ന് 500 വർഷം കുതിരപ്പുറത്ത് സഞ്ചരിച്ചാൽ അതിന്റെ മറ്റേ അറ്റത്തിൽ നിന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആഖിറത്തിലൊരു മരമുണ്ട്, അതിന്റെ പേര് തൂബ എന്നാണ്. അതിന്റെ ഇല വെള്ളിയാണ്, അതിന്റെ കായ്കനികൾ സ്വർണ്ണമാണ്. അതിന്റെ തണലിലേക്ക് സഞ്ചരിക്കാൻ ഒരറ്റത്ത് നിന്ന് 500 വർഷം കുതിരപ്പുറത്ത് സഞ്ചരിച്ചാലും മറ്റേ അറ്റത്തെത്തുകയില്ല. അള്ളാഹുവിന്റെ ചുവട്ടിൽ നമ്മളെ ഇരുത്തട്ടെ. അള്ളാഹുവിന്റെ ചുവട്ടിൽ നമ്മളെ ഇരുത്തട്ടെ. അള്ളാഹുവിന്റെ ചുവട്ടിൽ നമ്മളെ ഇരുത്തട്ടെ. ഒരു നല്ല പ്രണയിക്കാൻ പറ്റിയൊരു പെണ്ണിനെ കൂടെ ഞാൻ പറഞ്ഞുതരാം. എന്റെ പൊന്നു സഹോദരങ്ങളെ, അതിന്റെ ആഖിറത്തിലെ സർവ്വവൃക്ഷങ്ങളും പൊക്കം കുറഞ്ഞില്ല. സ്വർഗത്തിലെ വൃക്ഷത്തിന് പൊക്കമില്ല. കാരണം എന്താ? നടന്നു പോകുന്ന വഴിക്ക് പഴം പഠിക്കാൻ പാകത്തിലാണ് സ്വർഗത്തിലെ വൃക്ഷങ്ങൾ എന്ന് നബി മുഹമ്മദ് ഇരുന്നുകൊണ്ട്, സ്വർണ്ണക്കട്ടിൽ ഇരുന്നുകൊണ്ട് പഴം പറിക്കാം. അതുകൊണ്ട് പൊക്കമില്ല, അതുകൊണ്ട് തണലും കൂടുതലായിരിക്കും. അള്ളാഹു നീങ്ങാത്ത ആ നിഴലിൽ അള്ളാഹു നമ്മളെ ഇരുത്തി തരട്ടെ. അള്ളാഹു നമ്മളെ ഇരുത്തി തരട്ടെ. കിളക്കണ്ട പൂട്ടണ്ട വെയിൽ കൊള്ളണ്ട, നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട. ആ വൃക്ഷത്തിന്റെ ചുവട്ടിലിരുന്ന് കൈയൊന്ന് പൊന്തിച്ചാൽ സ്വർഗത്തിലെ പഴം വരും. ഒരു പഴം കഴിച്ചു, അടുത്ത പഴം അവിടെ മുളയ്ക്കും. ആദ്യം കഴിച്ച പഴത്തിന്റെ രുചിയല്ല മറ്റേ പഴത്തിന്. ഇപ്പൊ ഇവിടെ ഒരു മാവുണ്ടായി, ഒരു മാമ്പഴം പറിച്ചു നിന്നു, അവിടെ അടുത്ത മുളയ്ക്കും. ആ മാമ്പഴത്തിന് ഈ മാമ്പഴത്തിന് രുചി വ്യത്യാസമുണ്ടോ? ഇല്ല. സ്വർഗവാസി ഒരു പഴം കഴിച്ചാൽ അപ്പൊ തന്നെ അടുത്ത ഒരു പഴം അവിടെ മുളയ്ക്കുന്നതാണ്. പക്ഷെ മുളയ്ക്കുന്ന പഴത്തിന് തിന്ന പഴത്തിന്റെ രുചിയല്ല. മുഖ്തലിഫൻ ഉഖ്ലുഹാ, മുഖ്തലിഫൻ ഉഖ്ലുഹാ. ഓരോ മാമ്പഴത്തിനും ഓരോ രുചിയാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അങ്ങനെ ആ വൃക്ഷത്തിന്റെ ചുവട്ടില് നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴാണ് സഹോദരങ്ങളെ ഒരു സുന്ദരി പെണ്ണ് നടന്നു വരിക. ആ പെണ്ണിന്റെ പേര് ഇസ്മുഹാ ലായിബ. ആ പെണ്ണിന്റെ പേര് ലായിബ എന്നാണ് നബി മുഹമ്മദ് മുസ്തഫ. നമ്മളിങ്ങനെ സ്വർഗത്തിന്റെ വൃക്ഷത്തിന്റെ ചുവട്ടിലിരിക്കുമ്പോഴാണ് സ്വർഗത്തിലൊരു സുന്ദരി പെണ്ണ്, അടിപൊളി ഒരു പെണ്ണ് വന്നു മുമ്പിൽ കൂടെ. സ്വർഗവാസികൾ ഇങ്ങനെ ഇരിക്കുക, അവരുടെ കൂടെ അവരുടെ കൂലിമാരുണ്ട്. അപ്പൊ ഒരു പെണ്ണ് വരും, ഇസ്മുഹ. പെണ്ണിന്റെ പേര് അതേതായാലും ഓർമ്മ. പെണ്ണിന്റെ പേര് ലായിബ. 2 പെണ്ണിന്റെ പേരാണ് ഹബീബായ നബി തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ഇസ്മുഹ ഐന. ഐന എന്ന് പറയുന്നത് ഒരു പെണ്ണിന്റെ നബി എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ ലായിബ. ആ പെണ്ണൊന്ന് ചിരിച്ചാൽ ആ പെണ്ണിന്റെ മുൻപല്ലിന്റെ പ്രകാശം 400 മൈൽ അപ്പുറം കാണുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 400 മൈൽ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് സുമാർ 600 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഭീമാപ്പള്ളിയിൽ നിന്ന് കണ്ണൂർ വരെ 600 കിലോമീറ്റർ.
അപ്പൊ ആ പെണ്ണ് കണ്ണൂരിൽ നിന്നിട്ട് ചിരിച്ചാൽ ഭീമാപ്പള്ളി നിന്നാ കാണാം. എന്തായിരിക്കും പെണ്ണ്? അള്ളാഹു കാണാൻ തൗഫീഖ് നൽകട്ടെ. അള്ളാഹു കാണാൻ തൗഫീഖ് നൽകട്ടെ. ആ പെണ്ണ് സ്വർഗവാസികളുടെ മുമ്പിലൂടെ നടന്നിട്ട് തോർക്കും, എന്റെ പുതിയ പ്ലേവിടെ, എന്റെ പുതിയ പ്ലേവിടെ ഹൂർണീങ്ങളായ പെണ്ണുങ്ങളുമായി തന്നിച്ചിരിക്കുന്ന സ്വർഗവാസികൾ പറയും, നിന്റെ പുതുമണവാള ഞാനാണ്, 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 എന്റെ കിടപ്പറയിലേക്ക് വരിക എന്ന് വിളിക്കുമ്പോ ആ പെണ്ണിങ്ങനെ നടന്നു പോകും. അവസാനം ചോദിക്കും, പെണ്ണെ നിന്റെ പുതുമണവാളനാരാ? ആ സമയത്ത് ലായിബ എന്ന പെണ്ണ് തിരിഞ്ഞു നിന്നിട്ട് ചോദിക്കുമത്രേ, സഹോദരങ്ങളെ, നന്മയ്ക്ക് വേണ്ടി കൽപ്പിച്ചവരുടെ പിന്നെ തടുത്തവരുടെ അള്ളാന്റെ വിധിവിലക്കുകൾ അനുസരിച്ചു ഈ ഭൂമിയിൽ ജീവിച്ചവരുടെ ഞാൻ നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അംഗീകരിച്ച് ജീവിക്കണം. പടച്ചറപ്പിന്റെ ഇത് നിഴലാണ്. ഈ നിഴലിപ്പ് നീങ്ങിപ്പോയാലും ആ സമയത്ത് പടച്ചറപ്പിന്റെ വിധിവിലക്ക് അംഗീകരിച്ച് ജീവിക്കണം. സ്വന്തം ശിഷ്യന്മാരുടെ കൂടെ കാമയാത്ര ചെയ്യുമ്പോ ഖുർആൻ ഓതിയപ്പോൾ ആയത്ത് തെറ്റിപ്പോയി. പിന്നീട് ഇരുന്ന് കരയാൻ തുടങ്ങി. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അല്ലാഹുവേ, ഞാൻ ഒരായത്തറിയാതെ തെറ്റിപ്പോയല്ലോ അല്ലാഹ്. കരച്ചിലങ്ങട് തുടങ്ങിയിട്ട് പിന്നീട് ഉസ്താദ് പറഞ്ഞ ഒരേ ഒരു വാക്ക് അസ്തഗ്ഫിറുല്ലാഹൽ അലീം. വീട്ടിൽ പോയി കാറ് നിർത്തി കരഞ്ഞുകൊണ്ട് ഇസ്തിഗ്ഫാർ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. അന്ന് രാത്രി തഹജ്ജുദ് നിസ്കരിച്ചിട്ട് പാതിരാത്രി പടച്ചറപ്പിനോട് പൊട്ടിക്കരഞ്ഞു അസ്തഗ്ഫിറുല്ലാഹ്. അവരാരും നിഴലിഷ്ടപ്പെട്ടവരല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നിന്ന് 10 കിലോമീറ്റർ പ്രയാണം പട്ടിക്കാട് ജാമിഅ നൂരിയ. ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ അവസാനത്തെ വാക്ക് പ്രസിഡന്റ് ആകുമ്പോഴും നിഴലിനെ പ്രണയിക്കുന്നവർ മുഴുവൻ ചുറ്റുകൂടി എന്റെ കയ്യിൽ വെച്ച് കൊടുക്കാനുള്ളപ്പോഴും പെരിന്തൽമണ്ണയിൽ നിന്ന് പ്രൈവറ്റ് ബസ് വന്നപ്പോൾ കൈ കാണിച്ച് അവിടെ നിന്ന് ജാമിഅ നൂരിയയിൽ പോയി ദറസെടുത്ത മഹാനായ മനുഷ്യനാണ് ബഹുമാനപ്പെട്ട ശൈഖുനാ കാളമ്പാടി ഉസ്താദ്. മഹാനവറുകൾ മരിച്ച ദിവസം കൂടിയാണ്, മഹാനവറുടെ ആണ്ടുകൂടിയാണ്. അള്ളാഹ് അതിനുവേണ്ടിയാണ് ഈ സദസ്സ് കൂടി സംഘടിപ്പിക്കപ്പെട്ടത്. അള്ളാഹുവിന്റെ കബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ കബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ കബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഈ ദുനിയാവിനോടുള്ള സ്നേഹം മുഴുവനെ നഷ്ടപ്പെടുത്തി, പിശാചിനോടുള്ള സ്നേഹം നഷ്ടപ്പെടുത്തി നിഴലിനെ പ്രണയിക്കാൻ, ആഖിറത്തെ പ്രണയിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നാം ഏവരെയും സ്വീകരിക്കുമാറാകട്ടെ. ഒരൊറ്റ കാര്യം കൂടി പോകുന്നതിന് മുമ്പ് ഒരൊറ്റ മൂലി പറഞ്ഞു തരാം. ദുനിയാവിനെ മനസ്സിൽ നിന്ന് കളയണം, അത് ആദ്യം ചെയ്യണം. പിശാചിനെ കളയണം. പിശാചിനെ കളയണമെങ്കിൽ എന്ത് ചെയ്യണം? എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇത് പതിവായി ഓതുന്ന ആളുകൾ അവനെ പിശാച് സ്വാധീനിക്കില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്തിനേറെ അയാൾക്ക് സിഹ്ർ പോലും ബാധിക്കില്ലെന്ന്. ആർക്ക്? പ്രിയപ്പെട്ട സഹോദരിമാരെ, മഗ്‌രിബിന്റെ സമയമായാൽ മക്കളെ വിളിച്ചിട്ട് തലയിൽ കൈവച്ചിട്ട് കൊടുത്തിരുന്നു ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. നമ്മളെ മക്കളെ പിശാച് പിടിക്കൂല, അവര് ദുനിയാവിന് അങ്ങനെ പോവുകയുമില്ല. അതുകൊണ്ട് മഗ്‌രിബ് കഴിഞ്ഞാൽ മക്കളെ വിളിച്ചടുത്ത് വെച്ചിട്ട് ഉമ്മ അവരെ തലയിൽ പിടിച്ചിട്ട് കൊടുക്കണം. ആ മക്കള് നന്നാവും. ഇനി ഉമ്മാക്ക് നന്നാവണമെങ്കിൽ മക്കളോട് തിരിച്ച ഉമ്മയുടെ തലയിൽ കൈ വെച്ചിട്ടോളാം. അള്ളാഹു ജീവിതത്തിൽ പുറത്താൻ തൗഫീഖ് നൽകട്ടെ. പിന്നെ കട്ടൻ ചായ കൊടുക്കുകയും അള്ളാഹു സുബ്ഹാനഹു നമ്മുടെ സദസ്സിനെ സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് ദുനിയാവിനെ പ്രണയിക്കുന്ന എല്ലാവിധ ഖൈറും ബറക്കത്തും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഉണ്ടാക്കി നൽകുമാറാകട്ടെ എന്ന ദുആയോടുകൂടി ഇൻഷാ അല്ലാഹ് ഒരു വലിയ മുബാറക്കായ സദസ്സാണിത്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവിധ നന്മകളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞ 18 ദിവസം മുമ്പ് പെരിന്തൽമണ്ണയിലെ, മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ തേലക്കാട് ബസ് അപകടം നടന്നു. നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ആ ബസ് അപകടത്തിൽ 15 ആളുകളാണ് മരിച്ചത്. തേലക്കാട് ഞാനവിടെ പദപ്രഭാഷണം നടത്തിയ സ്ഥലമാണ്. ഖുർആൻ സ്തുതിച്ച അടിമ എന്ന ഇപ്പൊ ഇറങ്ങിയ ക്യാസറ്റ് ഞാൻ അവിടെ പ്രസംഗിച്ചത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള പ്രഭാഷണം.
കഴിഞ്ഞ ആഴ്ച ആ മരിച്ചുപോയ 10 പെൺകുട്ടികൾ 16, 17, 15 വയസ്സുള്ള കുട്ടികൾ വെള്ളിയാഴ്ച ജുമാ നമസ്കാരം കഴിഞ്ഞ് 1:30 മണിക്കാണ് അപകടം നടന്നത്. ഞാൻ സന്നൽ ജുമാ മസ്ജിദിൽ നിന്ന് ജുമ കഴിഞ്ഞ് റൂമിൽ വരുമ്പോൾ തേലക്കാരിലെ എൻ്റെ ഇതേപോലെ വാത് കേൾക്കാൻ വരുന്ന ധാരാളം സുഹൃത്തുക്കൾ ഉസ്താദെ വാഹനാപകടം നടന്നു, ദൃശ്യം ഭീകരമാണ്, ദുആ ചെയ്തു. 18 ദിവസം എനിക്ക് പോകാൻ സമയം കിട്ടിയില്ല. കഴിഞ്ഞ ആഴ്ച ഞാൻ പോകുമ്പോൾ അവിടുത്തെ പള്ളിയുടെ ഖബർസ്ഥാനിൽ 10 പെൺകുട്ടികളെ 15, 16, 17 വയസ്സുള്ള 10 പെൺകുട്ടികൾ മുബശ്ശിറ, തസ്ബീഹ, നാദിയ, ഫാത്തിമ 10 ഖബറുകൾ നിരന്ന് കിടക്കി. ആ മണ്ണിൻ്റെ ഉള്ളിൽ അല്ലാഹുവേ കരയാത്തവരാരുമില്ല. ഞാൻ അവിടെ വെച്ച് ദുആ ചെയ്തു. എൻ്റെ ആരുമല്ല, എൻ്റെ സഹോദരിമാരല്ല. പക്ഷേ ഞാൻ അവിടെ പ്രസംഗിക്കുമ്പോൾ അവരെന്നെ കണ്ടിട്ടുണ്ട്, ഞാൻ അവരെ കണ്ടിട്ടില്ല. എൻ്റെ വാത് കേൾക്കാനെത്തിയ 10 പേരാണ് 17 വയസ്സുള്ളവർ. അവിടെ 15 മരണ വീടുകളിൽ ഞാൻ കയറി ഇറങ്ങി. 2 ഹിന്ദുക്കൾ, 13 മുസ്ലിമീങ്ങൾ, എല്ലാവരുടെയും വീടുകൾ, ആ ഹിന്ദു സഹോദരങ്ങളുടെ വീടുകളടക്കം ഞാൻ പോയി. 13 വീടുകളിൽ പോകുമ്പോൾ മക്കൾ നഷ്ടപ്പെട്ട വാപ്പയും ഉമ്മയും 4 പെൺകുട്ടികൾ കളിക്കൂട്ടുകാരികളാണ്. സ്കൂളിലോട്ട് പോകുന്നതൊന്നിച്ച്, വരുന്നതൊന്നിച്ച്, ഭക്ഷണം കഴിക്കുന്നതൊന്നിച്ച്, പഠിക്കുന്നതൊന്നിച്ച്, മരിച്ചതും ഒന്നിച്ച്, ഖബറടക്കിയതും ഒന്നിച്ച്. ആ 4 പെൺകുട്ടികൾ 1:30 മണിയായതുകൊണ്ട് ജുമയുടെ സമയം പുരുഷന്മാരാരും വണ്ടിയിലില്ല. പെരിന്തൽമണ്ണ ട്യൂട്ടോറിയൽ കോളേജിൽ നിന്ന് പരീക്ഷയും എഴുതിയ ആ വിദ്യാർത്ഥികൾ ഡ്രൈവറിന്റെ സ്പീഡ് തെറ്റിയപ്പോൾ ഓവർ സ്പീഡിൽ പറഞ്ഞു. പെൺകുട്ടികൾ ചോദിച്ചു, എന്തിനാ ഇത്ര സ്പീഡ്? വണ്ടി 4 മിനിറ്റ് ലേറ്റാണ്. ആ 4 മിനിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ ചെറുപ്പക്കാരൻ ഓടിയ തേരോട്ടം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വാഹനം പോയി ഒരു വലിയ മാവിലേക്ക് ഇടിച്ച് വാഹനം ചിതറിത്തെറിച്ച് അവിടെ പോയി കാണുമ്പോൾ രക്ഷാപ്രവർത്തകർ എന്നോട് നേരിട്ട് പറഞ്ഞത്, നിലവിളിക്കുന്നുണ്ട് പെൺകുട്ടികൾ, 15, 16, 17 വയസ്സുള്ള കുട്ടികൾ, ഞങ്ങളെ രക്ഷിക്കണമെന്ന് നിലവിളിക്കുന്നുണ്ട്. കയ്യിൽ പിടിച്ചാൽ അനങ്ങാൻ കഴിയുന്ന ആരൊക്കെ പോട്ട് ബസ്സിന്റെ ലോകത്തകടിലേക്ക് ഞെരിഞ്ഞിറങ്ങി തൊട്ടടുത്തുള്ള ഒരു JCB വിളിച്ചുകൊണ്ടുവന്ന് ലോകത്തകട് മുഴുവനും പൊട്ടിച്ചെടുത്ത് നിലവിളിച്ച പെൺകുട്ടിയുടെ കയ്യിൽ പിടിച്ചു വലിച്ചപ്പോ കൈ പിടിതു മാറി വന്നു. കാലിൽ പിടിച്ചു വലിച്ചപ്പോ കാല് പിടിതു വന്നു. ഒരാൾ റാഫി എന്ന് പറയുന്ന സുഹൃത്തിനോട് പറഞ്ഞു, ഉസ്താദേ, നിലവിളിച്ച ഒരു പെൺകുട്ടി അവൾ അനക്കമില്ലാതെ കിടക്കുന്നത് കണ്ടപ്പോ 2 കയ്യിൽ പിടിച്ചു വന്നപ്പോ പുഷ്പം പോലെ പറഞ്ഞു വന്നു. നോക്കിയപ്പോഴാണത് അരക്കി പോട്ടൊരു ഭാഗം പോലെ ശരീരത്തിന്റെ അടിയില്ല. ലോറിയുടെ ബസ്സിന്റെ ലോകത്തകടിൽപ്പെട്ട് ബ്ലേഡ് കൊണ്ട് മുറിക്കുന്ന ശരീരം 2ആയി മുറിച്ച് ഒരു പകുതി പിടിച്ചു കയറി വന്ന ഒരാളുടെ കയ്യിൽ പിടിക്കുമ്പോൾ ബസ്സിന്റെ അവശിഷ്ടത്തിൽ കുടുങ്ങിയ മറ്റാളുകളെ പറയുന്നു, കാലിൽ പിടിച്ചിട്ട് എന്നെ ഒന്ന് രക്ഷിക്ക്, എന്നെ ഒന്ന് രക്ഷിക്ക്, എന്നെ ഒന്ന് രക്ഷിക്ക്. അതിൽ തസ്ബീഹ എന്ന് പറയുന്ന പെണ്ണ് മരിച്ചത് 1:30 മണിക്കാണ്. 2 മണിക്ക് അവളെ കാണാൻ വീട്ടിൽ പുതിയ ആപ്പിള വരികയാണ്. 1:30 മണിക്കാണ് തസ്ബീഹ ഇവിടെ പറയുന്നത്. പാലൽ കോളേജ് വിട്ടു വരുമ്പോ അവളുടെ മനസ്സിൽ നിന്ന് പെണ്ണ് കാണാൻ വേണ്ടി വരുന്ന പുതിയാപ്പിളയുടെ മുഖമാണ് കാണാത്ത മുഖം. 1:30 മണിക്ക് അവൾ മരിച്ചു. 2 മണിക്ക് അവളെ കാണാൻ പുതിയാപ്പിള വീട്ടിലെത്തി. പുതിയാപ്പിളയുടെ വാഹനം വന്നപ്പോ ആൾക്കൂട്ടമാണ് കാണുക. കാണാൻ വന്ന പുതിയാപ്പിള കണ്ടാൽ തിരിച്ചറിയാത്ത കാണാൻ വന്ന പുതിയ പെണ്ണിന്റെ മുഖമാണ്. അതിൽ മുബശ്ശിറ കല്യാണം ഉറപ്പിച്ചവളാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഴുവൻ ഖബർ സിയാറത്ത് ചെയ്ത് ഞാൻ ആ വാഹനം അപകടം നടന്ന സ്ഥലത്തെത്തി. ഒരു വലിയ മാവിന്റെ മരം. ഉടലിന്റെ ആളുകൾ പറഞ്ഞു, ആ മരത്തിൽ ഉറുമ്പുകൾ അരിക്കുന്നത് കണ്ടോ? ഞാൻ ചോദിച്ചു, എന്താണത്? വാഹനം ഓടിച്ചത് 21 വയസ്സുള്ള ചെറുപ്പക്കാരനാണ്. അവനെന്ന് രാവിലെ അവന്റെ ഷിഫ്റ്റില്ല, കൂട്ടുകാരനെ വിളിച്ചു. അവൻ, എനിക്ക് പനിയാ, നീ ഇന്നും കൂടെ പോകും. അവൻ പോയി മരണത്തിലേക്ക്. ഓടിച്ച വാഹനം നേരെ ഡ്രൈവർ ഇരുന്ന ഭാഗമാണ് മരത്തിൽ പോയി ഇടിക്കുക. അവിടെ ഉറുമ്പുകൾ അരിച്ചു നടക്കുന്നു. ഞാൻ ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചപ്പോൾ, ഉസ്താദേ, അതാ മരിച്ച ഡ്രൈവറിന്റെ തല പോയി മരത്തിലിടിച്ചപ്പോ അവന്റെ തലച്ചോറ് മാവിൽ പറ്റി പിടിച്ചിരിക്കും. അപകടം നടന്നിട്ട് 18 ദിവസം കഴിഞ്ഞു. 21 വയസ്സുള്ള ചെറുപ്പക്കാരന്റെ തലച്ചോറ് മാവിൽ ഇപ്പോഴും പറ്റിപ്പിടിച്ച് അതിൽ ഉറുമ്പുകൾ പറ്റിപ്പിടിച്ച്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 4 മിനിറ്റ് ബസ് ഒന്ന് ലേറ്റായപ്പോ അത് 4 മിനിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ ചെയ്ത ഓട്ടം 15 പേരുടെ റൂഹിലാണ് കലാശിച്ചത്. ഇതാണ് ജീവിതം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അൽഹംദുലില്ലാഹ് ഈ സദസ്സ് ഇവിടെ അവസാനിക്കും.